തമിഴ്നാട്ടിൽ നിന്നും സ്കീമിൽ പശുക്കളെ വാങ്ങാൻ താല്പര്യമുള്ളവർ എപ്പോഴും വാങ്ങാൻ സാധ്യതയുള്ളത് ക്രോസിനും പശുക്കളെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചധികം ക്രോസിനും പശുക്കളാണ്. നേരെ വിടിയിരിക്കും ചേട്ടാ. ഇതുപോലെ പശുക്കൾ വന്ന് മെയിനായിട്ട് വന്ന് സ്ഥലത്തുള്ള ക്ലൈമറ്റ് സെറ്റ് ആവും. അതെ അതെ ഇത് വന്ന് ചൂടുള്ള സ്ഥലത്തിൽ ഈ പശുക്കൾ എല്ലാമേ വിരുമ്പി ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ആൾക്കാർ. ഈ കറുപ്പ് അധികമായിട്ട് കറുപ്പ് കൂടുതലായിട്ട് വേണം അങ്ങനെ പറഞ്ഞിട്ട് എടുക്കുന്ന ആൾക്കാർ കൂടുതലാണ്. അതുപോലെ ആൾക്കാർ വിളിച്ചാൽ നമ്മൾ ഇതുപോലെ പൈക്കൾ നമ്മുടെ അടുത്ത് നമുക്ക് കസ്റ്റഡി എടുത്ത് ഒരുപാട് പൈക്കൾ. ഇത്തരത്തിലുള്ള പശുക്കളുടെ പാൽ അത്യാവശ്യം കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൊഴുപ്പും ഇത് വന്ന് ക്രോസ് ബ്രീഡ് ആകും. ഇത് ക്രോസ് ബ്രീഡ് ആണ്. കൊഴുപ്പും കിട്ടും, പാലും കിട്ടും. പാലും കൂടുതലായിട്ട് കിട്ടും. അതെ, HF-ലെക്കാട്ടിലും ഇത് കൊഴുപ്പും കിട്ടും, പാലും കിട്ടുന്ന വർഗ്ഗമാണ്. ഇത് രണ്ടാം പേര് ഇതാ ഒരു 10 to 5 ദിവസം പിടിക്കും. എങ്ങനെ നോക്കിയാലും 25 ലിറ്റർ കമ്മിയിലാമ കിട്ടും. 25 ലിറ്റർ കമ്മിയിലാമ കിട്ടും. കാവ് വിലാസം, പാലിനറമ്പ്, മടി സെറ്റ് എല്ലാം ഉണ്ട്. 15 ദിവസം കമ്മിയിലാൻ പിടിക്കും. നല്ല വലിയ അകടം ഉണ്ടാവും, പുറത്തെ പിടിക്കാൻ പറ്റില്ല. അതുപോലെ ടൈപ്പാണ്. അത്യാവശ്യം ഹൈറ്റും നല്ല ഹൈറ്റും ഉണ്ട്, നല്ല നെട്ട് പോക്കും ഉണ്ട്, എല്ലാ രീതിയിലുണ്ട്. പുത്തിക്കുളം ഒന്നുമേ കുഴപ്പമില്ല. ചവിട്ടണതോ കുത്തണതോ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. എല്ലാമേ നോക്കി കൊണ്ടുവന്ന് നിർത്തിയേ പറ്റില്ല. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് എടുക്കാം. ബാക്ക് വെയിറ്റ് ഉണ്ട്, കണ്ടോ? ബാക്ക് വെയിറ്റ് ഉണ്ട്, ധൈര്യമായിട്ടുണ്ട്. തോളൊക്കെ ഉണ്ട്, ഫുള്ളായിട്ട് തോള്. പുറത്തെ പിടിക്കാൻ പറ്റാതെ ആകാനുണ്ട്, പുറത്തെ പിടിക്കാൻ പറ്റില്ല. അതുപോലെ ടൈപ്പാണ്. ഈ കാണുന്ന പശു ഇത് കടിഞ്ഞൽ പേരട്ടോ. ഫസ്റ്റ് പേര് ഇതും 20 ലിറ്ററിന്റെ മുകളിൽ കിട്ടും. കൂച്ചമില്ല, കാമ്പ് നീളമുണ്ട്, കാമ്പ് വിലാസമുണ്ട്, പാൽ നറമ്പ് കണ്ണിയിലെ കുറച്ച് ചെറിയ നറമ്പുണ്ട്. ഇതില് 20 ലിറ്ററിന് മുകളിൽ കിട്ടും. ഇതൊന്നും മാക്സിമം ഇവിടത്തെ ഈ ഫാമില് നമ്മൾ നോക്കണ പശുക്കൾ എല്ലാമേ കുറച്ചത് 20 ലിറ്റർ മുകളിലുണ്ടാവും. 20, 25, 27 അങ്ങനെ കിട്ടുന്ന ടൈപ്പ് എല്ലാമേ ഉണ്ട്. ഈ കാണുന്ന പശു കുറച്ച് ബ്ലാക്ക് കൂടുതൽ, ബ്ലാക്ക് കൂടുതൽ, വൈറ്റ് കമ്മി. അപ്പൊ നമ്മൾ ക്ലൈമറ്റും സെറ്റ് ആവും, എല്ലാ സ്ഥലത്തിലും സെറ്റ് ആവും. ശരി, അതിന്റെ ഫേസ് ഒന്ന് കണ്ടാലോ? ഫേസ് നോക്കിക്കുക. ഇത് പറമ്പിലെ കൈകെട്ടി മേഞ്ച പശു ഇതെല്ലാം. അങ്ങനത്തെ പശുക്കളാണ്. അതെല്ലാം പറമ്പിലെ പുറത്തുനിന്ന് എല്ലാം നമ്മൾ എടുക്കുന്ന എല്ലാ പശുക്കളുമേ മെയിനാ വന്ന് പറമ്പിൽ നിന്ന് മേഞ്ച പശുക്കളെ എടുക്കും. കൈകെട്ടി പറമ്പിലെ മേഞ്ച പശു. അടുത്ത പശു നോക്കാം. ഈ കാണുന്ന കറുത്തുവാ. ഈ കറുപ്പ് വന്ന് രണ്ടാം പേരട്ടാ. ഇതും 20 ലിറ്റർ. രണ്ടാം പേര്. ഇതും 20 ലിറ്ററിന് മുകളിൽ കിട്ടും. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല നെറ്റ് പോക്ക് എല്ലാ അറകത്തിലും ഉണ്ട്. ഇനി പ്രസവിക്കാണ് 10 to 5 ദിവസം പിടിക്കും. നല്ല മെഡിസിൻ ഇപ്പുറത്തെ നിൽക്കുന്നുണ്ട്. ചവിട്ടണതോ കുത്തണതോ എതുമേ ഇല്ല, പേടിക്കാൻ ഒന്നുമില്ലാതെ പശു. രണ്ടാം പേര് നല്ല കൊമ്പ് നോക്കും, വില കൊമ്പുതാ, നല്ല കൊമ്പ്, ഹെൽത്തി ആയിട്ടുള്ള പശുതാ. ഇവിടെ നമ്മട്ട് എടുക്കുന്ന മെയിൻ ആയിട്ട് പശുക്കൾ എല്ലാമേ ചന്തയില്ല, കൃഷിയിൽ നിന്ന് വീടുകൾ പറമ്പുകൾ മേയിച്ച പശുക്കൾ അധികമായിട്ടുണ്ടാവും. ഇല്ലേ നമ്മൾക്ക് ചന്ത പശു വേണമെന്ന് പറഞ്ഞാലും നമ്മൾ സെറ്റാക്കി. ഇത്ര വലിയ പശു 20 ലിറ്റർ കമ്മിയാ കിട്ടുമോ? ഏട്ടാ, മെയിൻ ആയിട്ട് പാല് എന്ന് പറഞ്ഞാല് പശുവിന്റെ ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് താ നിങ്ങൾക്ക് വന്ന് പാലെ കൺവേർട്ട് ആയി വരും. അത് എല്ലാ ആൾക്കാർക്കും അറിയും. അപ്പൊ ഇത്ര വലുപ്പമുള്ള പശുക്ക് ബ്ലഡ് സർക്കുലേഷൻ കമ്മിയാതാണ്ടാവും. ഹെൽത്തായി പശു നല്ല ഇത്ര വലുപ്പമുള്ള പശു കമ്പൽസറി 20 ലിറ്റർ കമ്പിൽ നമ്മളും കഴിഞ്ഞ പേരിൽ എത്ര കിട്ടി അങ്ങനെ ചോദിച്ച് വളർത്തുന്ന ആളടുത്ത് ചോദിച്ചിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. ഗ്യാരണ്ടി പറഞ്ഞ് ചോദിച്ചിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ 20 ലിറ്റർ കമ്മിയാണ് നമ്മ കാലാവസ്ഥക്ക്. പിന്നെ വന്ന് ഏതെങ്കിലും ഫീവർ വന്നാൽ അതുதான் കമ്മിയാവും. പാല് കൂടി പോകും. ട്രീറ്റ്മെന്റ് ചെയ്താൽ പാല് കൂടി പോകും. ഇത്തരത്തിലുള്ള പശുക്കൾക്ക് എന്തൊക്കെ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം? 4 കാമ്പ് ഗ്യാരണ്ടി കൊടുക്കാം. ഈ 4 കാമ്പുമേ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. ചെനയില് ഈ പശു പ്രസവിച്ചിട്ട് കാമ്പിൽ ഏതെങ്കിലും പാല് വരാതെ വെച്ചാല് അതൊക്കെ നമ്മൾ മാറ്റം ചെയ്യാം. പശുക്ക് അതായത് പശു പ്രസവിച്ചിട്ട് മറുവില ഇടും മുമ്പേ പറയണം. പശു വേസ്റ്റ് പുറത്ത് പോകും മുമ്പേ മണിയണ്ട നീ കൊടുത്ത പശു 4 കാമ്പിൽ ഒരു കാമ്പ് പോയി, കാമ്പിൽ പാല് വന്നിട്ടില്ല അങ്ങനെ പറഞ്ഞ അതിന്റെ മാറ്റം നമ്മൾ ഏതെങ്കിലും ചെയ്തു കൊടുക്കും. അത് നമ്മൾ ഉറപ്പാണ്. പാലിപ്പോ 25 ലിറ്റർ പറഞ്ഞിട്ട് 2 നേരം കൂടി 10 ലിറ്റർ പാല് കിട്ടിന്ന് പറഞ്ഞാൽ ആ പശു നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കറന്ന് നോക്കിയിട്ട് പാലില്ലെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റം ചെയ്തു കൊടുക്കും. ഇത്തരത്തിലുള്ള പശുക്കളുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അപ്പൊ കാമ്പിനാണ് കാമ്പ് 4 കാമ്പ് ഗ്യാരണ്ടി. ഇപ്പൊ 25 ലിറ്റർ പറഞ്ഞാൽ 2 നേരം കൂടി ഒരു 25 കിട്ടണം പറഞ്ഞാൽ ഒരു 10 ലിറ്റർ തന്നെ കിട്ടിയ മനസ്സിൽ അതൊക്കെ നമ്മൾ ഏതെങ്കിലും ചെയ്ത് കൊടുക്കണം. ചേട്ടാ, ഇത് രണ്ടാം പേര്. നല്ല വലിയ ഹൈറ്റ്, കറുപ്പ് കൂടുതലായിട്ട് ഉള്ള ടൈപ്പ്. 20 ലിറ്ററിന് മുകളിൽ കിട്ടും. പ്രസവിക്കാൻ ഒരു 20 ദിവസം ഗ്യാപ്പ് പിടിക്കും. ഇതല്ലേ? അതെ. ഏன்னா 20 ദിവസം ഗ്യാപ്പുള്ള പൈക്കിൽ കൊണ്ടുവന്നാൽ തന്നെ നമ്മൾക്ക് ഒരു നിസ്സാര പൈസ കിട്ടും. ആ പശു കൊണ്ടുവന്നിട്ട് നമ്മളെ ഫാമിൽ നിർത്തിയിട്ട് വെള്ളം കൂടി തീറ്റ കൂടി പശു എങ്ങനെ ആരോഗ്യ കുറപാടുണ്ടാ എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്തം കൊടുക്കാൻ പറ്റും. കൊണ്ടുവന്ന ഉടനെ അകട് കൂട്ടിയിട്ട് നമ്മൾ അങ്ങനെ ഇല്ല. 10 ദിവസം 15 ദിവസം ഉള്ള പശുക്കൾ കൃഷിയിൽ മേടിക്കുമ്പോൾ നമ്മൾക്ക് തീറ്റ ചെലവ് കമ്മിയാക്കി നമ്മൾ കൊടുക്കും. അപ്പം ഞങ്ങൾ കൊണ്ടുവന്നിട്ട് 10 ദിവസം 15 ദിവസം പോറ്റി നോക്കിയിട്ടൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം മാക്സിമം ഗ്യാരണ്ടിയോടെ നമ്മൾ എടുക്കാം. വെള്ളം കൂടി തീറ്റ കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഈ കാണുന്ന പശു ഇച്ചിരി ചെറുതാണല്ലോ. കണ്ണിപ്പേറാണല്ലോ. ഫസ്റ്റ് കണ്ണി ஆனால் அப்போ ചെറുതാണെങ്കിൽ കുറച്ച് വലുപ്പമുണ്ട്. ഹൈറ്റ് ഉണ്ട്, ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട്, ഇടപ്പെട്ട നീളം മറ്റും കമ്മി. ഇത് ഈ പേരിൽ കണ്ടിട്ടാ നമ്മൾ ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട് കണ്ടോ, ഇടപ്പെട്ട നീളം തന്നെ കമ്മി. ഇനി അടുത്തടുത്ത പേരിലെ പശു ഇനി വലുപ്പമാവും. രണ്ടാം പേര് മൂന്നാം പേര് ഇനി വലുപ്പമാവും. പശു വന്ന് വെയിറ്റ് കൂടും. അതുകൊണ്ട് ഈ കന്നിപ്പേര് എടുക്കുമ്പോൾ 4-5 പേര് നിങ്ങൾ 10 പേരും കൂടെ ധൈര്യമായിട്ട് നിർത്തി വെക്കാം.
പശു നല്ല മടി സെറ്റ്, നല്ല കാമ്പ്, നല്ല വാൾ തോക എല്ലാ രകത്തിലും ഉണ്ട്. ഇത്തരത്തിലുള്ള പശുക്കൾക്ക് എത്രത്തോളം പാലൊക്കെ കിട്ടാൻ സാധ്യത? ചേട്ടാ ഇതും ഒന്ന് ഒരു 18 ലിറ്റർ നോക്കാം. ഇനി 10 ദിവസം 15 ദിവസം പിടിക്കും. ഇതും അടച്ച മടിതാ, തൊങ്ങുമടിയിലല്ലേ, അടച്ച മടിതാ. ഇതും ഒരു 15 ലിറ്ററിന് മുകളിൽ 18 ലിറ്ററിലെ കിട്ടും ടൈപ്പ്. നല്ല ഹെൽത്തി ഉള്ള പശു, ഹെൽത്തി ഉണ്ട്, വലുപ്പത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നുണ്ട്. അതെട്ടോ, കറന്നിട്ടുണ്ട്, കറന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നുണ്ട്. ഈ കാണുന്ന പശു ആണെങ്കിൽ ഫുള്ള് വൈറ്റ് ആണല്ലോ, ഏകദേശം ഫുൾ വൈറ്റ് ആണല്ലോ. ഫുൾ വൈറ്റ് മെജോറിറ്റി കൂടുതലായിട്ടുള്ള ടൈപ്പ് ഹൈടെക് ഫാമുക്ക് ഇതുപോലെ പശുക്കൾ സെറ്റ് ആവും. 25 ലിറ്റർ മുകളിൽ തന്നെ കിട്ടും പശു. പ്രസവിക്കാൻ 10 to 15 ദിവസം പിടിക്കും. നല്ല വലിയ പശു, നല്ല ഉരുട്ട് കണത്തിൽ, നല്ല വലിയ ഹൈറ്റ് ഉണ്ട്. മുകളിലത്തിന്റെ മുകളിൽ താൻ പറയും നാട്ടിൽ വെച്ച് 1 ലക്ഷത്തിന് ഉള്ളിൽ മേടിച്ചു കൊടുക്കാൻ പറ്റും. ശരി, 1 ലക്ഷത്തിന് ഉള്ളിൽ മേടിച്ചു കൊടുക്കും. എത്രാമത്തെ പ്രസവം എന്ന് പറഞ്ഞത് ചേട്ടാ? ഇത് വന്ന് മൂന്നാമത്തെ. ഇത് വന്ന് മൂന്നാമത്തെ പ്രസവമാണ് കാണുന്നത്. അകിടൊക്കെ ഒന്ന് കാണിക്കാവോ? നല്ല മടി സെറ്റ് ഉണ്ട്, നല്ല കാമ്പുണ്ട്. ഇനി നല്ല കാമ്പും, നല്ല കാമ്പുണ്ട്. ഇനി മടി സെറ്റ് ഉണ്ട്, നോക്കിക്കോ. ഇനി മടി വരാനുണ്ട്, മടി വരാനുണ്ടല്ലോ. മടി വരാൻ 10 to 15 ദിവസം പിടിക്കും. നല്ല മടി സെറ്റ് വരും, നല്ല കാമ്പ് വരും. പശു നല്ല വലിയ പശു, ഫുൾ വൈറ്റ്, ഏകദേശം ഫുൾ വൈറ്റ് ആണല്ലോ. ഇത് നല്ല ചൂട് കമ്മിயான സ്ഥലത്തൊക്കെ ഇത് സെറ്റ് ആകും. അതെ, ചൂടുള്ള സ്ഥലത്തൊക്കെ സെറ്റ് ആകും. ഫാമുകൾക്കൊക്കെയാണ് അടിപൊളി. ഫാമുകൾക്ക് കുഴപ്പമില്ല, ഫാമിലെ വെച്ച് നോക്കുന്ന ആൾക്കാർക്ക് ഇതിന് അതുപോലെ പൈക്കിൽ സെറ്റ് ആവും. ഇത്തരത്തിലുള്ള പശുക്കളെ കൊണ്ടാകും വണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വണ്ടിന്റെ കാര്യങ്ങളും ഉണ്ടാട്ടെ. നമ്മുടെ അടുത്ത് നമ്മ കെയർ ഓഫ് നമ്മ കസ്റ്റഡിയിൽ ഒരുപാട് വണ്ടി ഉണ്ട്. അതായത് കൂടുള്ള വണ്ടി, മുകളിലെ കൂടുണ്ടാവും, താഴത്തെ ചയറുണ്ടാവും. ചയറിട്ട് സേഫ്റ്റി ആയിട്ട് ഈ പശുക്കൾക്ക് മറ്റുമേ ഓടിക്കുന്ന വണ്ടി തന്നെ നമ്മൾ അയച്ചു കൊടുക്കും. സേഫ് ആയിട്ട് അവിടെ എത്തണ വരയ്ക്കും നമുക്ക് ഗ്യാരണ്ടി. അവിടെ ഇറക്കും മുമ്പ് കൈ പോയി കാല് പോയി അങ്ങനെ പറഞ്ഞിട്ട് ഒന്നുമില്ല. അതുവരയ്ക്കും നമ്മൾ സേഫ്റ്റി ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും. ചേട്ടാ എൻ്റെ പേര് മണികണ്ഠൻ, ഞാൻ ഇരിക്കുന്ന സ്ഥലം പൊള്ളാച്ചിയാ. നമ്മൾ ഈ പരിപാടിയിലെ പശുവിന്റെ പരിപാടിയിലെ ഒരു 11-12 കൊല്ലമായി പോയി. എല്ലാം അച്ഛൻ പിന്നെ താത്ത എല്ലാ ഫാമിലി ആയിട്ട് വന്ന പരിപാടിയാ. അപ്പുറം വന്നാൽ നമ്മൾ പശുക്കളെ നിങ്ങൾ ചോദിച്ചാൽ മേടിച്ചു കൊടുക്കണത്, പിന്നെ വന്ന് കൊണ്ടുവന്ന് ഇറക്കുന്ന എല്ലാ പരിപാടിയും നമ്മളുണ്ട്. ഇത് നിങ്ങൾ ഫാമിക്ക് നിങ്ങൾ പശുക്കൾ നിങ്ങൾ വീടുകളിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പശുക്കളെ ചോദിച്ചാൽ നമ്മളെ നോക്കി സെറ്റാക്കി ഗ്യാരണ്ടി ആയിട്ട് ഉത്തരവാദിത്തോടെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ പരിപാടി. ശരി, ഓക്കെ, താങ്ക് യു.